സ്കൂളിലെ ലാസ്റ്റ് ബെൽ കഴിഞ്ഞ ഉടൻ വീട്ടിലേക്കോടി ചെന്ന് കയറിയപാടെ TV ഓണാക്കി റെസ്ലിംഗ് കണ്ട ഒരു കുട്ടിക്കാലമുണ്ടായിരുന്നോ നിങ്ങൾക്ക്? എങ്കിൽ ചത്താപ്പച്ച റിംഗ് ഓഫ് റൗഡീസ് നിങ്ങൾക്ക് വേണ്ടിയുള്ള സിനിമയാണ്. റെസ്ലിംഗ് കണ്ട് അറിഞ്ഞു വളർന്ന കുറച്ച് പിള്ളേരുടെ കഥയാണിത്. അവർ മട്ടാഞ്ചേരിയിൽ കോസ്റ്റ്യൂം ഗുസ്തി അവതരിപ്പിക്കുന്നു. കണ്ടുമടുത്ത പതിവ് ആക്ഷൻ രംഗങ്ങളിൽ നിന്ന് മാറി ചിന്തിച്ച് പുതിയൊരു പരീക്ഷണം, അതാണ് ചത്താപ്പച്ച. ഒപ്പം സിനിമ പ്രസന്റ് ചെയ്ത രീതി, താരങ്ങളുടെ പെർഫോമൻസ് എല്ലാം കൂടിയായപ്പോൾ പ്രേക്ഷകർക്ക് നല്ല ഒരു അനുഭവമാണ് തിയേറ്ററിൽ നിന്നും ലഭ്യമായത്. റെസ്ലിംഗ് ഷോയായ WWE ആസ്പദമാക്കി നിർമ്മിച്ച ചിത്രം അണിയറ പ്രവർത്തകരുടെ അവകാശവാദം പോലെ തന്നെ എല്ലാവിധത്തിലും നീതി പുലർത്തുന്നതായിരുന്നു. ക്രിക്കറ്റും ഫുട്ബോളും ബാഡ്മിൻ്റനും അടക്കമുള്ള കായിക മത്സരങ്ങൾ നെഞ്ചിലേറ്റിയിരുന്ന ഒരു തലമുറയുടെ കുട്ടിക്കാലമുണ്ടായിരുന്നു. അതിൽ തന്നെ WWE റെസ്ലിംഗിനോട് പ്രത്യേകമായ അടുപ്പവും ഇതിലെ താരങ്ങളോട് ആരാധനയുമുള്ള ഒരു കൂട്ടരുണ്ട്. TV-യിൽ റെസ്ലിംഗ് വരുമ്പോൾ ആവേശത്തോടെ കാണുകയും റെസ്ലിംഗ് താരങ്ങളുടെ പടമുള്ള കാർഡുകൾ ഉപയോഗിച്ച് കളിക്കുകയും ചെയ്തിരുന്നവരുണ്ട് നമുക്കിടയിൽ. അന്ന് അവർ അനുഭവിച്ച അതേ ആവേശം വീണ്ടും അനുഭവവേദ്യമാക്കുകയാണ് ചത്താപ്പച്ചയിലൂടെ. അതാണ് ഈ ചിത്രത്തിൻ്റെ പ്രത്യേകതയും. ചത്താപ്പച്ച മലയാളത്തിൽ ഒരു പുത്തൻ പരീക്ഷണമാകുമെന്നത് നേരത്തെ തന്നെ വ്യക്തമായിരുന്നു. ചിത്രത്തിൻ്റെ ട്രെയിലറുകളിലൂടെയും പോസ്റ്ററുകളിലൂടെയും നൽകിയ ഹൈപ്പിനോട് 100% നീതി പുലർത്തിയാണ് ഇടവേളയ്ക്ക് മുമ്പുള്ള റിംഗ് ഫൈറ്റ് ചത്താപ്പച്ചയിൽ ഒരുക്കിയിരുന്നത്. അതിന് വലിയ കയ്യടിയും ലഭിച്ചിട്ടുണ്ട്. ഗാട്ട ഗുസ്തിക്ക് പേരുകേട്ട നാടാണ് കൊച്ചി. ഈ നാട്ടിലേക്ക് കോസ്റ്റ്യൂം ഗുസ്തി എന്ന പുതിയൊരു വിനോദവുമായി എത്തുന്ന ചെറുപ്പക്കാരുടെ കഥയാണ് ചത്താപ്പച്ച. കോസ്റ്റ്യൂം ഗുസ്തിക്ക് നാടകീയതയുണ്ട്, കലക്കൻ മ്യൂസിക്കും ഉണ്ട്, കാണാനാരുണ്ട്. നവാഗതനായ അദ്വൈത് നായരാണ് ചത്താപ്പച്ച നമുക്കായി ഒരുക്കിയിരിക്കുന്നത്. ആദ്യമായി സിനിമ സംവിധാനം ചെയ്യുന്ന ഒരാളാണ് അദ്വൈത് എന്ന് പക്ഷേ ഈ സിനിമ കണ്ടാൽ തോന്നില്ല. കാരണം സിനിമയുടെ പരിചരണത്തിൽ തികഞ്ഞ കയ്യൊതുക്കം കാണാം. ശങ്കർ എഹ്സാൻ ലോയിയുടെ പാട്ടുകളും മുജീബ് മജീദിന്റെ പശ്ചാത്തല സംഗീതവും ആക്ഷൻ രംഗങ്ങൾക്ക് പഞ്ച് കൂട്ടുന്നതിൽ നല്ല പങ്ക് വഹിച്ചിട്ടുണ്ട്. ആനന്ദ് സി ചന്ദ്രന്റെ ഫ്രെയിമുകളും പ്രവീൺ പ്രഭാകറിന്റെ എഡിറ്റിംഗും ദൃശ്യവിസ്മയത്തിന്റെ ചരട് പൊട്ടാതെ ആസ്വദിക്കാൻ സഹായിച്ചിട്ടുണ്ട്. വ്യത്യസ്തമായ സംഘടന രംഗങ്ങൾ ഒരുക്കിയതിന് സംഘടന സംവിധായകനായ കലൈ കിങ്സൺ പ്രത്യേകം കയ്യടി അർഹിക്കുന്നുണ്ട്. റെസ്ലിംഗ് പ്രത്യേക ചുവടുകൾ ഒരുക്കിയതിന് ശ്രാവണിന്റെ നേതൃത്വത്തിലുള്ള ടീമിനെയും അഭിനന്ദിക്കാതെ വയ്യ. ഇനി പറയാതെ പോകാൻ വയ്യല്ലോ. എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ചത്താപ്പച്ചയിലെ ക്യാമിയോ. സിനിമയുടെ ആദ്യാവസാനം മുഴങ്ങിക്കേൾക്കുന്ന പേര് വാൾട്ടറായി സാക്ഷാൽ മമ്മൂക്ക തന്നെ. അർജുൻ അശോകൻ, റോഷൻ മാത്യു, വിശാഖ് നായർ, ഇഷാൻ ഷൗക്കത്ത് എന്നു തുടങ്ങി ഒരൊറ്റ സീനിൽ വന്നു പോകുന്നവർ വരെ വളരെ മനോഹരമായി തങ്ങളുടെ വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഈ സിനിമ പഴയ റെസിൽമാനിയ കാലത്തേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. പവർ സ്ലാമും ചോക്ക് സ്ലാമും 619ഉം ഫ്രോഗ് സ്പ്ലാഷും RKOയും ഒക്കെ കണ്ടാൽ പിന്നെ എങ്ങനെ ആ കാലത്തേക്ക് പോകാതെയിരിക്കും? ആവേശം കൊടുമുടിയിൽ ആസ്വദിക്കാൻ ബാക്കി സ്ക്രീനിൽ തന്നെ കാണണം.